സിനിമ, റേസിംഗ്, കുക്കിംഗ്, ഫോട്ടോഗ്രാഫി എന്ത് ചെയ്താലും സ്വന്തം റൂൾസിൽ ജീവിക്കുന്ന ഒരാളുടെ കഥ. പക്ഷെ ഈ മനുഷ്യനെ കുറിച്ച് പലർക്കും ഇന്നും അറിയാത്ത ചില ഞെട്ടിക്കുന്ന സത്യങ്ങളുണ്ട്. എന്ത് സംഭവിച്ചാലും എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ ഒരിക്കലും തളരില്ല. കാരണം ഞാൻ 100 വിജയങ്ങൾ കണ്ടവനല്ല, 100 പരാജയങ്ങൾ കണ്ടവനാണ്. അജിത് പറഞ്ഞ ഈ ഡയലോഗ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും വലിയ പോരാട്ടങ്ങൾ നിറഞ്ഞതാണ്. അജിത് കുമാർ പാലക്കാട് സ്വദേശിയായ ഒരു തമിഴ് അയ്യർക്കും കറാച്ചിയിൽ ജനിച്ച് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ സമയത്ത് കൊൽക്കത്തയിൽ അഭയം തേടിയ ഒരു സിന്ധി അമ്മയ്ക്കും ജനിച്ച മകനാണ്. അദ്ദേഹത്തിന് അനൂപ്, അനിൽ എന്ന 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. സിനിമയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കുടുംബത്തിൽ ജനിച്ചിട്ടും തന്റെ അദമ്യമായ പരിശ്രമവും കഠിനാധ്വാനവും കൊണ്ട് കോളിവുഡിൽ സ്വന്തമായി ഒരു സ്ഥാനം നേടിയെടുത്തു. ഇന്ന് കോടിക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വലിയൊരു നേട്ടമാണ്. ചിലർ പറയുന്നത് പോലെ അദ്ദേഹത്തിന് MGRനേക്കാളും കൂടുതൽ ആരാധകരുണ്ടെന്നാണ് അഭിപ്രായം. അജിത് കുമാർ ആന്ധ്രാപ്രദേശിലെ സിക്കന്ദരാബാദ് നഗരത്തിൽ ജനിച്ചിട്ടും അദ്ദേഹം വളർന്നത് തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിലാണ്. അദ്ദേഹം തന്റെ സ്കൂൾ പഠനം ചെന്നൈയിലെ 1000 വിളക്ക് പ്രദേശത്തുള്ള അസൻ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ സിനിമാ യാത്രയും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും അറിഞ്ഞാൽ അജിത്തിനെ കുറിച്ചുള്ള ബഹുമാനം ഇനിയും വർദ്ധിക്കും. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പഠനത്തിൽ അധികം താല്പര്യമില്ലാതെയാണ് അജിത് സ്കൂളിൽ പോയത്. സ്വന്തം മനസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന ഒരു ശക്തമായ നിലപാട് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ വാക്കുകൾ പോലും കേൾക്കാതെ അദ്ദേഹം സ്കൂൾ പഠനം പാതി വഴിയിൽ തന്നെ അവസാനിപ്പിച്ചു. അവരുടെ സഹോദരന്മാർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ അജിത് മാത്രം സ്കൂൾ പോലും പൂർത്തിയാക്കാതെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം, തനിക്ക് എന്താണ് ഇഷ്ടം എന്ന ആശയക്കുഴപ്പത്തിൽ അലഞ്ഞു നടന്നിരുന്നു. ആദ്യം കിട്ടുന്ന ജോലികളൊക്കെ ചെയ്തു. പിന്നീട് ഒരു 2 വീലർ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കായി ജോലി തുടങ്ങി. റിപ്പയറിനായി വരുന്ന ബൈക്കുകൾ സ്റ്റൈലായി റോഡിൽ ഓടിച്ച് പരീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ആ കാലത്ത് തന്നെ ബൈക്കുകളോടുള്ളൊരു പ്രത്യേക പ്രണയം അജിത്തിനുണ്ടായിരുന്നു. അത് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തെ റേസിംഗിലേക്ക് നയിച്ചത്. ആ സമയത്ത് അജിത്തും ചില സുഹൃത്തുക്കളും ചേർന്ന് ബൈക്ക് റേസിംഗിൽ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ പങ്കെടുത്ത ഒരു ബൈക്ക് റേസിനിടെ അജിത് കുമാർ ആദ്യമായി ഒരു വലിയ അപകടത്തിൽപ്പെട്ടു. അതിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ആ അപകടത്തിൽ നിന്നും പൂർണ്ണമായും മടങ്ങി വരാൻ അദ്ദേഹത്തിന് വർഷങ്ങളെടുത്തു. പക്ഷെ അതിനുശേഷം ബൈക്കുകളോടുള്ള അദ്ദേഹത്തിന്റെ പ്രണയം ഒരിക്കലും കുറഞ്ഞില്ല. വേഗത്തിൽ ബൈക്ക് ഓടിക്കണം, അതിന് ഈ ലോക്കൽ മോഡൽ ബൈക്കുകൾ പോരാ, നല്ല വില കൂടിയ വേഗത്തിൽ ഓടിക്കാൻ പറ്റുന്ന ബൈക്കുകൾ വേണം. അങ്ങനെ അദ്ദേഹം ആലോചിച്ചു. പക്ഷേ മെക്കാനിക്കായി ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം അതിന് മതിയാകില്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ആ ജോലി ഉപേക്ഷിച്ചു. അതിനുശേഷം കുറച്ച് വർഷങ്ങൾ അദ്ദേഹം മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്തു. പിന്നെ ഈറോഡിലെ രംഗ ഗാർമെന്റ്സ് എന്ന എക്സ്പോർട്ട് സ്ഥാപനത്തിൽ സെയിൽസ്മാനായി ജോലിയിൽ പ്രവേശിച്ചു. വെറും സെയിൽസ്മാനായി ജോലി തുടങ്ങിയ അദ്ദേഹം തന്റെ കഠിനാധ്വാനവും സമർപ്പണവും കൊണ്ട് പിന്നീട് അതേ കമ്പനിയിൽ മാനേജർ സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തോട് ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകർ എല്ലാവരും അദ്ദേഹത്തിന്റെ ആ ഒരു സ്മാർട്ട് ലുക്ക് കണ്ടിട്ട് പറയാൻ തുടങ്ങി, നീ എത്ര സുന്ദരനാണ്, സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ട്? സുഹൃത്തുക്കളുടെ പ്രോത്സാഹനത്തെ തുടർന്ന് TV പരസ്യങ്ങളിൽ അഭിനയിക്കാൻ ശ്രമിക്കാം എന്ന് തീരുമാനിച്ച് അജിത് കുമാർ അതിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. നിരവധി പോരാട്ടങ്ങളും കഷ്ടപ്പാടുകളും കഴിഞ്ഞ് ഒടുവിൽ ഒരു പരസ്യ കമ്പനിയിൽ നിന്നും അവസരം ലഭിച്ചു. മിയാമി കുഷൻസ് ഹവായ് ചപ്പൽസ് എന്ന ബ്രാൻഡിന്റെ പരസ്യത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. പക്ഷെ അതോടുകൂടി അദ്ദേഹം നിർത്തിയില്ല. പരസ്യങ്ങളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴും സിനിമയിൽ പ്രവേശിക്കാൻ അദ്ദേഹം ശക്തമായ ശ്രമങ്ങൾ തുടർന്നു. അവസാനം അദ്ദേഹത്തിന്റെ തുടർച്ചയായ പരിശ്രമങ്ങൾക്ക് ഫലവും ലഭിച്ചു. ഒരു തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു. 20 വയസ്സുള്ള അജിത് പ്രേം പുസ്തകം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുർഭാഗ്യവശാൽ ആ സിനിമയുടെ സംവിധായകൻ വെല്ലക്കുടി ശ്രീനിവാസ് ഷൂട്ടിങ്ങിനിടെ കടലിൽ മുങ്ങി മരിച്ചു. ആ സംഭവത്തെ തുടർന്ന് ആ ചിത്രം നിലച്ചുപോയി. അജിത്തിന്റെ ആദ്യ സിനിമ തന്നെ ഇങ്ങനെ നിർത്തപ്പെട്ടതോടെ ഇവൻ ഭാഗ്യമില്ലാത്ത നടനാണ് എന്നൊരു മുദ്ര കുത്തപ്പെട്ടു. ആദ്യകാലത്ത് തന്നെ വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നു. അജിത് കുമാർ അഭിനയിച്ച ആദ്യവും ഏകവുമായ തെലുങ്ക് ചിത്രം പ്രേം പുസ്തകം തന്നെയാണ്. അതിനുശേഷം ഗായകൻ SP ബാലസുബ്രഹ്മണ്യന്റെ മകനും അജിത്തും സ്കൂൾ സുഹൃത്തുക്കളായതിനാൽ അദ്ദേഹത്തിന്റെ ശുപാർശയിലൂടെ 1990 പുറത്തിറങ്ങിയ എൻ വീട് എൻ കണവർ എന്ന ചിത്രത്തിലെ ഒരു ചെറിയ വിദ്യാർത്ഥി വേഷത്തിൽ അജിത് കുമാർ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. 1992 പുറത്തിറങ്ങിയ അമരാവതി എന്ന ചിത്രത്തിൽ നടി സംഗവിയോടൊപ്പം അദ്ദേഹം അഭിനയിച്ചു. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് സംവിധായകൻ മണിരത്നവും സിനിമാറ്റോഗ്രാഫർ PC ശ്രീറാമും അവിടെ എത്തിയിരുന്നു. അവരെ കാണാൻ എല്ലാവരും ഓടിയപ്പോൾ
പോകാത്ത 2 പേർ അജിത്തും സുരേഷ് ചന്ദ്രയുമായിരുന്നു. ഇപ്പോൾ അജിത്ത് ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ, കാണുന്നില്ലേ, ഓട്ടോഗ്രാഫ് ഒന്നും നിങ്ങൾക്ക് വേണ്ടേ എന്ന്. അതിന് സുരേഷ് ചന്ദ്ര പറഞ്ഞത്, ഞാൻ എന്തിനു പോകണം, ഞാൻ ഒരു ഭാവിയിലെ സൂപ്പർ സ്റ്റാറിന്റെ കൂടെ ഇരിക്കുകയാണ്. ആ ദിവസത്തിൽ നിന്ന് ഇന്ന് വരെ സുരേഷ് ചന്ദ്ര അജിത്തിന്റെ വിശ്വസ്തനായ മാനേജറായാണ് തുടരുന്നത്. അമരാവതി സിനിമയിൽ നിന്നും കിട്ടിയ പണം ഉപയോഗിച്ച് അജിത്ത് അന്വേഷിച്ചത് എവിടെ ബൈക്ക് റേസ് നടക്കുന്നുവെന്നാണ്. അങ്ങനെ ഒരു റേസിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു വലിയ അപകടം സംഭവിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. സത്യത്തിൽ അജിത്ത് ബൈക്ക് ഓടിക്കുമ്പോൾ അപകടം സംഭവിക്കുകയും തുടർന്ന് ഹോസ്പിറ്റലിലാവുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് പതിവായിരുന്നുവെങ്കിലും ഇത്തവണ സംഭവിച്ചത് മരണത്തിന്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെയായിരുന്നു. 3 വലിയ ശസ്ത്രക്രിയകൾക്ക് ശേഷം ഏകദേശം 1.5 വർഷത്തോളം അദ്ദേഹം ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടി. മരണത്തിന്റെ വാതിൽ വരെ പോയി തിരികെ വന്ന ശേഷവും ബൈക്ക് റേസിംഗിനോടുള്ള അജിത്തിന്റെ പ്രണയം ഒട്ടും കുറഞ്ഞില്ല എന്നത് അതിശയകരമായ കാര്യമാണ്. അമരാവതി സിനിമയ്ക്ക് ഡബ്ബിംഗ് ചെയ്യേണ്ടിയിരുന്ന അജിത്ത് അപകടത്തെ തുടർന്ന് ആശുപത്രിയിലായതിനാൽ ആ ചിത്രത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം നൽകാനുള്ള അവസരം വിക്രമിന് ലഭിച്ചു. 1994 പുറത്തിറങ്ങിയ പവിത്ര എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ കഥാപ്രകാരം അജിത്തിന്റെ കഥാപാത്രം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാളുടേതായിരുന്നു. അത് യാദൃശികമായി യഥാർത്ഥ ജീവിതത്തോടും പൊരുത്തപ്പെട്ടു. കാരണം ആ സമയത്ത് യഥാർത്ഥത്തിൽ തന്നെ അജിത്ത് ബൈക്ക് റേസ് അപകടത്തിൽപ്പെട്ട് മുതുകിലെ സ്പൈൻ സർജറി ചെയ്ത ശേഷം ആശുപത്രിയിലായിരുന്നു. അതിനാൽ മുഴുവൻ ഷൂട്ടിംഗ് സമയത്തും വീൽ ചെയറിലാണ് അജിത് കുമാർ എത്തി അഭിനയിച്ച് ആ ചിത്രീകരണം പൂർത്തിയാക്കിയത്. 1995 അജിത് കുമാറും വിജയും ചേർന്ന് രാജാവിൻ പാർവയിലെ എന്ന സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ വിജയുടെ അമ്മയായ ശോഭ ചന്ദ്രശേഖർ ഉച്ചഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാറുണ്ടായിരുന്നു. അവർ ഭക്ഷണം കൊണ്ടുവന്നത് വിജയ്ക്ക് മാത്രമല്ല, വിജയോടൊപ്പം അഭിനയിച്ചിരുന്ന അജിത്തിനുമായിരുന്നു. ആ ദിവസം വിജയുടെ അമ്മയുടെ കയ്യിൽ നിന്നും ഭക്ഷണം കഴിച്ച ആ 2 യുവാക്കളും ഇന്ന് തമിഴ് സിനിമാ ലോകത്തിന്റെ ഉച്ചിയിൽ നിൽക്കുന്നു എന്നത് അതിശയകരമായ കാര്യമാണ്. 1996 പുറത്തിറങ്ങിയ കല്ലൂരി വാസൽ എന്ന ചിത്രത്തിൽ ബോളിവുഡ് നടിയായ പൂജ ഭട്ടിനൊപ്പം അഭിനയിക്കുമ്പോൾ അജിത്തിന്റെ സ്റ്റൈൽ, ഡ്രസ്സിംഗ് സെൻസ്, അഭിനയ ശൈലി എന്നിവ പൂജ ഭട്ടിന് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർ അജിത്തിനെ ബോളിവുഡിലേക്ക് വരാൻ ക്ഷണിക്കുകയും ചെയ്തു. പക്ഷെ അജിത്ത് വളരെ സ്നേഹത്തോടെ നിരസിച്ചു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് തമിഴ് സിനിമ മതി, ഹിന്ദിയോട് പ്രത്യേക താല്പര്യമില്ല. 1996 വരെയും ബൈക്കിലാണ് അജിത്ത് യാത്ര ചെയ്തിരുന്നത്. അതിനുശേഷം മൈനർ മാപ്പിള എന്ന സിനിമയിൽ അഭിനയിച്ച സമയത്ത് അദ്ദേഹം സ്വന്തമായി ഒരു മാരുതി 800 കാർ വാങ്ങി അതിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. അതിശയകരമായ കാര്യം എന്തെന്നാൽ ആ പഴയ മാരുതി 800 ഇന്നും അജിത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പഴയ ഓർമ്മകളെ ജീവിതത്തിൽ എപ്പോഴും സംരക്ഷിക്കണം എന്ന ചിന്താഗതിയുള്ള വ്യക്തിയാണ് അദ്ദേഹം. കാതൽ കോട്ട എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ചെന്നൈ പോർട്ടിൽ നടക്കുമ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയ ശേഷവും അജിത്ത് മാത്രം അവിടെ നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പലിനകത്ത് കയറി. ആ കപ്പലിന്റെ എഞ്ചിനീയറോട് ഈ കപ്പൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ഓടിക്കണം എന്നിവയെക്കുറിച്ച് വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു. കാർ, ബൈക്ക്, വിമാനം മാത്രമല്ല, കപ്പൽ പോലും ഓടിക്കാൻ അജിത് കുമാറിന് അറിയാമെന്നത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. 1997 പുറത്തിറങ്ങിയ അവൾ വരുവാള എന്ന ചിത്രത്തിനു ശേഷം പുരുഷന്മാർക്ക് മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളുടെയും ഇഷ്ട നടനായ അജിത്ത് മാറി. വാലി എന്ന സിനിമയിലൂടെ അജിത്ത് തനിക്ക് അത്യുത്തമമായി അഭിനയിക്കാൻ കഴിയുമെന്നും തെളിയിച്ചു. വാലി വരുന്നത് വരെ അജിത്തിന് ശരിയായി സംസാരിക്കാൻ പോലും അറിയില്ല എന്ന് പരിഹസിച്ചിരുന്നവർ അദ്ദേഹം വാലിയിൽ ഒരു ഡയലോഗ് പോലും ഇല്ലാതെ അഭിനയിച്ച കഥാപാത്രത്തെ കണ്ടപ്പോൾ ഒരു നല്ല നടന് സംസാരിക്കാതെ പോലും ആളുകളെ ആകർഷിക്കാനാകും എന്ന് സമ്മതിച്ച് മൗനമായി. അടുത്ത ചിത്രമായ ആനന്ദ പൂങ്കാറ്റിൽ പകുതി ക്ലീൻ ഷേവ് ലുക്കിലായിരുന്നു അജിത്ത് അഭിനയിച്ചത്. പക്ഷേ വെറും 2 ദിവസത്തേക്ക് മാത്രം ബിയർഡ് ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ബിയർഡ് ഗെറ്റപ്പ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതോടെ അതിനുശേഷം വന്ന മിക്ക സിനിമകളിലും അജിത്ത് താടിയോടെയാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. നീ വരുവായ എന്ന ചിത്രത്തിൽ അജിത്തിന്റെ കഥാപാത്രം മരിക്കുന്നത് പോലെ കാണിച്ചിരുന്നു. ഇത് കണ്ട് അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകർ ഇനി മുതൽ ഇങ്ങനെ മരിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യരുത് എന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിച്ചു. അടുത്ത ചിത്രമായ അമർക്കളത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ആദ്യ രംഗങ്ങളിൽ ഒന്നിൽ അജിത്ത് ശാലിനിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുന്ന സീനുണ്ടായിരുന്നു. പക്ഷെ ആ രംഗത്തിനിടെ അപ്രതീക്ഷിതമായി കത്തി യഥാർത്ഥത്തിൽ ശാലിനിയുടെ കയ്യിൽ മുറിവേൽപ്പിച്ചു. അവളുടെ കയ്യിൽ നിന്ന് രക്തം വാർന്നു. അത് കണ്ട് അജിത്ത് ഭയന്നുപോയി. ഉടൻ തന്നെ അദ്ദേഹം ശാലിനിയെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ആ സൗഹൃദമാണ് പിന്നീട് പ്രണയമായി മാറിയത്. തുടർന്ന് അജിത് കുമാർ ശാലിനി വിവാഹിതരായി. ഈ ദമ്പതികൾക്ക് 2 മക്കളുമുണ്ട്, അനുഷ്ക അജിത്തും ആദ്വിക് അജിത്തും. കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ വൈരമുത്തു അജിത് കുമാറിനെ ഹൃദയപൂർവ്വം പ്രശംസിച്ചു. അദ്ദേഹം പറഞ്ഞത്, നടികർ തിലകം ശിവാജി ഗണേശന് ശേഷം പാട്ടുകൾക്ക് ഏറ്റവും മനോഹരമായി ലിപ്സിംഗ് ചെയ്യുന്ന നടൻ അജിത്താണ്.
അടുത്ത ചിത്രമായ സിറ്റിസന്റെ കഥ അജിത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ അത്തിപ്പട്ടി ഗ്രാമവാസികളുടെ കഥാപാത്രമായി അഭിനയിക്കാൻ അദ്ദേഹം ദിവസവും വെറ്റില ഉപയോഗിച്ച് പല്ലുകൾ കറുപ്പിച്ച് റിയലിസ്റ്റിക് ലുക്കാക്കി മാറ്റി. വരലാർ എന്ന സിനിമയ്ക്കായി അജിത് കുമാർ ഭരതനാട്യത്തിന്റെ അഭിനയ എക്സ്പ്രഷൻസ് പൂർണ്ണമായും പഠിച്ച ശേഷമാണ് അഭിനയിച്ചത്. അജിത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാറില്ല. ഇന്നും അദ്ദേഹം സാധാരണ ബട്ടൺ ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം അഭിനയിക്കുന്ന ഓരോ സിനിമയ്ക്കുമായി ഒരു പുതിയ സിം കാർഡ് വാങ്ങി ഉപയോഗിക്കും. ആ സിനിമ പൂർത്തിയായാൽ ആ സിം കാർഡ് വീണ്ടും ഉപയോഗിക്കാറില്ല. അടുത്ത സിനിമയ്ക്കായി വീണ്ടും പുതിയ സിം വാങ്ങും. ഓരോ തവണ ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുൻപും വീടിന്റെ താഴത്തെ നിലയിൽ താമസിക്കുന്ന തന്റെ മാതാപിതാക്കളിൽ നിന്നും ആശീർവാദം വാങ്ങിയ ശേഷമാണ് അജിത് പുറപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 15-ലധികം സർജറീസ് നടന്നിട്ടുണ്ട്. എന്നിട്ടും ഇന്നുവരെയും തന്റെ സിനിമകളിലെ റിസ്കി സ്റ്റണ്ട് സീൻസിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കാതെ സ്വയം അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. ഒരു മനുഷ്യൻ തന്റെ പ്രൊഫഷനോട് എത്ര സത്യസന്ധനാണ് എന്നതിന് ഇതുതന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. വിമാനം ഓടിക്കാനുള്ള പൈലറ്റ് ലൈസൻസ് സ്വന്തമായുള്ള ഏക ഇന്ത്യൻ നടൻ അജിത് കുമാർ തന്നെയാണ്. ഫോട്ടോഗ്രാഫിയോടുള്ള വലിയ ഇഷ്ടം കാരണം സ്വന്തം വീട്ടിൽ തന്നെ ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം എടുത്ത നിരവധി ചിത്രങ്ങൾ ഏവരുടെയും പ്രശംസ നേടിയവയാണ്. തന്നോടൊപ്പം ജോലി ചെയ്യുന്നവർ എല്ലായ്പ്പോഴും ക്ലീനായി വസ്ത്രം ധരിക്കണം, നഖങ്ങൾ വെട്ടി വൃത്തിയാക്കിയിരിക്കണം. ഇതിൽ അജിത് വളരെ ശ്രദ്ധ പുലർത്തുന്നുവെന്നും അവരോട് വലിയ കരുതലോടെയാണ് പെരുമാറുന്നതെന്നും പറയുന്നു. അജിത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ടൂ വീലറിലൊക്കെ വരുന്ന ആരാധകർ അദ്ദേഹത്തെ നിർത്തി സംസാരിക്കുമ്പോൾ അവർ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ അവർക്കായി ഹെൽമെറ്റ് വാങ്ങിക്കൊടുത്ത് ഇനി മുതൽ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണമെന്ന് സ്നേഹത്തോട് ഉപദേശിക്കാറുണ്ടത്രേ. അജിത് കുമാറിന് ഗോൾഡ് ഓർണമെന്റ്സ് ഒട്ടും ഇഷ്ടമല്ല. അദ്ദേഹം ധരിക്കുന്ന ഏക ആഭരണം ഭാര്യയായ ശാലിനി സമ്മാനിച്ച ഒരു ലവ് റിംഗ് മാത്രമാണ്. ടീ, കോഫി, ജ്യൂസ് എന്തു തന്നെ ആയാലും അജിത് ഇടത് കൈകൊണ്ട് വാങ്ങിക്കുടിക്കുന്ന ശീലമുള്ളയാളാണ്. അജിത് കുമാർ സർക്കാർ അനുമതിയോടെ ഒരു പിസ്റ്റൾ സ്വന്തമായി കൈവശം വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർ ഇരിക്കാതെ അജിത് ഒരിക്കലും ഇരിക്കാറില്ല എന്നും പറയുന്നു. ഫോക്സ് പ്രസിദ്ധീകരിച്ച 2012 ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികളുടെ പട്ടികയിൽ അജിത് 61-ാം സ്ഥാനത്തെത്തി. 2014 അദ്ദേഹം 51-ാം സ്ഥാനവും നേടി. 2013 ഗൂഗിൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത സൗത്ത് ഇന്ത്യൻ സിനിമാ നടനും അജിത്താണ്. 2014 സ്വന്തം വീട്ടിൽ ജോലി ചെയ്തിരുന്ന 12 ജീവനക്കാർക്ക് വേർതിരിച്ച് വീടുകൾ സമ്മാനിച്ചു നൽകി അദ്ദേഹം സഹായിച്ചു. 2011 തന്റെ എല്ലാ ഫാൻ ക്ലബ്സിനെയും പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ച അദ്ദേഹം ആരാധകരോട് നിങ്ങളുടെ കുടുംബത്തെ നോക്കൂ, ജോലി ചെയ്ത മാതാപിതാക്കളെ സംരക്ഷിക്കൂ എന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിച്ചു. 2002 ഇന്റർനാഷണൽ കാർ റേസിംഗിൽ പങ്കെടുത്ത വളരെ കുറച്ച് ഇന്ത്യൻ താരങ്ങളിൽ ഒരാളായി അജിത് മാറി. അദ്ദേഹം ഫോർമുല മാരുതി കാർ റേസിൽ പങ്കെടുത്തു. 2003 ഫോർമുല ഏഷ്യൻ BMW റേസിൽ മത്സരിച്ചു. അതിനുശേഷം ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡേ ഓട്ടോമൊബൈൽ സംഘടിപ്പിച്ച FIA റേസിംഗ് ഇവന്റ്സിൽ പങ്കെടുത്തു. ഇന്റർനാഷണൽ കാർ റേസിംഗിൽ ലോകത്തിലെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വളരെ ചുരുക്കം പേരിൽ പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അജിത് കുമാർ. 2021 നടന്ന തമിഴ്നാട് സ്റ്റേറ്റ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ചെന്നൈ റൈഫിൾ ക്ലബിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അജിത് കുമാർ ആയിരുന്നു. ഒരു ഗോൾഡ് മെഡൽ ഉൾപ്പെടെ ആകെ 6 മെഡൽസ് നേടി. 2018 മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ MIT എയ്റോ മോഡലിംഗ് പ്രോജക്റ്റായ മിഷൻ ധ്രുവയിൽ ചീഫ് ടെസ്റ്റ് ഹെലികോപ്റ്റർ പൈലറ്റായും എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റായും അജിത് നിയമിതനായി. ഇവിടെ നമ്മൾ മറക്കരുതാത്തൊരു കാര്യമുണ്ട്. അജിത് തന്റെ സ്കൂൾ പഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ച വ്യക്തിയാണ്. ഇതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടിലായിരുന്ന ഒരു ജേർണലിസ്റ്റിന്റെ ചികിത്സാ ചിലവുകൾ മുഴുവനും അജിത്താണ് ഏറ്റെടുത്തത്. പക്ഷെ പിന്നീട് ആ ജേർണലിസ്റ്റ് മരണപ്പെട്ടപ്പോൾ പോലും ആംബുലൻസിനൊപ്പം അജിത്തും പോയിരുന്നു. ആ ജേർണലിസ്റ്റിന്റെ വീട് 1-ാം നിലയിലായതിനാൽ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് അജിത്ത് തന്നെ ആ മൃതദേഹം ചുമന്ന് മുകളിലേക്ക് കൊണ്ടുപോയി. കഠിന സമയങ്ങളിൽ ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് സൗത്ത് ഇന്ത്യക്ക് 10 ലക്ഷം രൂപ വരെ സംഭാവന നൽകി. കോവിഡ് കാലത്ത് റിലീഫ് ഫണ്ടിലേക്ക് ഒരു 1/4 കോടി രൂപയും അജിത്ത് സംഭാവന നൽകിയിരുന്നു. കലൈമണി, ഫിലിം ഫെയർ അവാർഡ് സൗത്ത്, സിനിമ എക്സ്പ്രസ് അവാർഡ്സ്, വിജയ് അവാർഡ്സ് പോലുള്ള നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. വളരെ സാധാരണമായൊരു കുടുംബത്തിൽ ജനിച്ച അജിത് തന്റെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് ഇന്ന് കോളിവുഡിൽ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ വ്യക്തിയാണ്. ഈ സിനിമ ആകാശത്ത് എന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് അജിത് കുമാർ എന്ന് പറഞ്ഞാൽ അതിനെ ആർക്കും നിഷേധിക്കാനാകില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെ സിനിമാ നടീനടന്മാരെ കുറിച്ചുള്ള ജീവിതകഥ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതും കമന്റിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.